അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 182. തറവാട്ടിൽ പുറംപണിക്ക് 8-9 ജോലിക്കാരുണ്ട്. ഒരുപാട് കൃഷിയും നിലവുള്ള അവിടുത്തെ പേരുകേട്ട തറവാട്ടുകാരാണ് കൗസ്തുഭങ്കർ. വർഷം ഇത്ര കഴിഞ്ഞിട്ടും വസുന്ധരയുടെ ഭർത്താവ് ഉണ്ടാക്കിയതൊന്നും ഇന്നും നശിച്ചിട്ടില്ല. നശിപ്പിക്കാൻ വസുന്ധരയും മക്കളും സമ്മതിച്ചിട്ടുമില്ല. വീടും സ്വത്തുക്കളും ഭാഗം വയ്ക്കാൻ പോലും 3 മക്കളും ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല. അവരുടെ എല്ലാം ഒത്തൊരുമ ഒന്നുകൊണ്ട് മാത്രമാണ് കൗസ്തുഭ ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്. അവിടുത്തെ ജോലികളെല്ലാം നോക്കി നടത്താൻ ഒരാളെ കാര്യസ്ഥനായിട്ടും നിയമിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാത്തിലും എപ്പോഴും വസുന്ധരയുടെ കണ്ണും കാണും. കാര്യസ്ഥന്റെ നിർദ്ദേശം അനുസരിച്ച് 2-3 പേര് വന്ന് എല്ലാവരുടെയും പെട്ടികളെടുത്ത് ഉമ്മറത്തേക്ക് വെച്ചു. ഇതൊക്കെ ഏത് റൂമിലേക്കാ വെക്കേണ്ടേ? കൂട്ടത്തിൽ ഒരാൾ വസുന്ധരയോട് ചോദിച്ചു. കണ്ണന്റെ റൂം മുകളിലാണെന്ന് അറിയാലോ ദാമു. ഈ 2 പെട്ടികള് കുട്ടികളുടേതാ, അത് അങ്ങോട്ടേക്ക് വെച്ചേക്ക്. വസുന്ധര അയാളോട് പറഞ്ഞു. ശരി. അയാൾ അതും പറഞ്ഞുകൊണ്ട് ആ പെട്ടികളുമായി മുകളിലേക്ക് നടന്നു. അപ്പുവിന്റെ റൂം അഗ്നിയുടെ റൂം കഴിഞ്ഞ് ചെറിയൊരു വരാന്ത കഴിഞ്ഞ ശേഷമാണ്. അതിനപ്പുറത്തെ റൂം വ്യാസനും കൊടുത്തു അച്ചമ്മ. പിന്നെ കാണുന്ന റൂമുകൾ മാനസിയുടെയും ഋഷിയുടെയും മനുവിന്റെയും ശ്രീജയുടെയാണ്. റൂമുകൾ തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പും ഉണ്ട്. ഒരു റൂം കഴിഞ്ഞാൽ അതിനോട് ചേർന്നൊരു വരാന്തയും അതിനപ്പുറത്തായി പുറത്തേക്ക് നോക്കിയാൽ കാണും വിധം വീതിയുള്ള ജനാല പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ റൂമിലും ചുറ്റും പ്രൈവസി ഉണ്ടാവും. പഴയ തറവാടായതുകൊണ്ട് തന്നെ ഒരുപാട് റൂമുകളുണ്ട്. മുകളിലെ മീനുന്റെ റൂമിലാണ് പൊന്നും തങ്ങുന്നത്. ഓൾഡ് പീപ്പിൾസ് എല്ലാം താഴെയുള്ള റൂമുകളിലാണ്. അച്ചമ്മ, ദേവേട്ടൻ പറഞ്ഞുല്ലോ അമ്മമ്മ ഇവിടെ ഉണ്ടാവൂന്ന്. എന്നിട്ട് എവിടെ? ജ്വാല ഋതുവിനെ നിലത്തേക്ക് ഇറക്കി നിർത്തി വസുന്ധരയോട് ചോദിച്ചു. കണ്ണം പറഞ്ഞത് നേര് തന്നെയാ മോളെ, മിനി വൈകുന്നേരം ആവുമ്പോഴേക്കും വരും. വസുന്ധര പുഞ്ചിരിയോടെ പറഞ്ഞതും ജ്വാലയുടെ മുഖമൊന്ന് വിടർന്നു. ആ, ഇനി സംസാരമൊക്കെ പിന്നീടാവാ. എല്ലാവരുടെയും പെട്ടികള് ഓരോ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചു നേരം ചെന്ന് വിശ്രമിച്ചോളൂ എല്ലാവരും. യാത്രാക്ഷീണം കാണുമല്ലോ, സുരേഷ് പറഞ്ഞു. ജ്വാലയ്ക്ക് പക്ഷേ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് അവിടെയെല്ലാം ചുറ്റിക്കാണാനുള്ള ആവേശമായിരുന്നു. അതവള് പറയാൻ ഒരുങ്ങിയതുമാണ്. പക്ഷെ അതിനു മുന്നേ അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നു. ശരി അങ്കിളെ, വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കണം. അഗ്നി അരത്തിണയിൽ നിന്ന് എഴുന്നേറ്റ് ഇടുപ്പ് നിളക്കി. ജ്വാല അവനെ സൂക്ഷിച്ചു നോക്കി. അവന്റെ ചുണ്ടിലെന്തോ കുറുമ്പ് പിടിച്ച ചിരിയാണ്. ഇവിടേക്ക് വന്നപ്പോ തൊട്ട് ജ്വാല അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുമാതിരി നോട്ടൊക്കെ നോക്കുന്നുണ്ടവൻ. അതോർക്കെ ജ്വാലയ്ക്ക് തന്റെ നെഞ്ചിടിപ്പ് ഉയരുന്നത് പോലെ തോന്നി. എന്നാ ദേവേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, എനിക്ക് ക്ഷീണമൊന്നുമില്ല, അവള് പെട്ടെന്ന് പറഞ്ഞു. അഗ്നി അവളെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി. പക്ഷെ പെണ്ണത് കാണാത്തതുപോലെ നിന്നു. അത് ശരിയാ, ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല അഗ്നിയേട്ടാ. ഞങ്ങൾ ഇവിടേക്കൊന്ന് കാണട്ടെ, നിങ്ങളൊക്കെ പോയി വിശ്രമിച്ചോ. പൊന്നും ജ്വാലയ്ക്കൊപ്പം കൂട്ടുപിടിച്ചു. അഗ്നിയുടെ മുഖം ഗൗരവത്തിലായി. നമ്മൾ കുറച്ചു ദിവസം ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാം കാണാൻ സമയമുണ്ട്. ഇപ്പൊ എങ്ങോട്ടും പോവണ്ട, അഗ്നി വാശി പോലെ പറഞ്ഞു. പൊന്നു പെട്ടെന്ന് തന്നെ അനുസരണയോടെ തലയാട്ടി. അതെ, മക്കളിപ്പോ തറവാട്ടിന്റെ അകമൊക്കെ ഒന്ന് കാണൂ. ഈ വെയിലൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് മതി പുറത്തുള്ള കറക്കമൊക്കെ, വസുന്ധരയും പറഞ്ഞു. അതോടെ പിന്നെ ജ്വാലയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ശരി അച്ഛമ്മേ, അവള് സമ്മതിച്ചു. മോഹനും ചിത്തുവും വനജയും ചന്ദ്രനെയും കൂട്ടി അകത്തേക്ക് നടന്നു. വനജയ്ക്കും ചന്ദ്രനുള്ള റൂം കാണിച്ചു കൊടുത്ത് ഇരുവരും അവരുടെ റൂമിലേക്ക് പോയി. വാ വ്യാസേട്ടാ, ഇവിടെയൊക്കെ കാണാം, അപ്പു വ്യാസനോട് പറഞ്ഞു. ആ വരുന്നടാ, അതും പറഞ്ഞ് വ്യാസ് അപ്പുവിന്റെ കൂടെ അകത്തേക്ക് നടന്നു. മീനു, നീ ജ്വാലയ്ക്കും പൊന്നൂനും ഇവിടെയെല്ലാം കാണിച്ചു കൊടുക്ക്. കണ്ണാ, നീയും ചെല്ല്, ഞങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, മായ അഗ്നിയോട് പറഞ്ഞു. ആ, അപ്പു ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ പ്രതീക്ഷിക്കുക അല്ലേ ആന്റി? അഗ്നി കൊതിയോടെ ചോദിച്ചു. പിന്നെന്താ, നീ യാത്രാക്ഷീണൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം അവിടെ തയ്യാറായിരിക്കും. രേഖ അഗ്നിയുടെ കവിളിൽ വാത്സല്യത്തോടെ തലോടി. ഓക്കെ, അത് കേട്ടാ മതി, അഗ്നിയും ചിരിയോടെ പറഞ്ഞു. പതിയെ അവനും അകത്തേക്ക് നടന്നു. എന്തൊരു സന്തോഷാണല്ലേ അമ്മേ കണ്ണന്റെ മുഖത്ത്. ചെക്കൻ ഒന്നുകൂടെ തടിച്ചു, ഒന്ന് നിറവും കൂടിയതുപോലെ. അഗ്നി പോകുന്നു നോക്കിക്കൊണ്ട് രേഖ പറഞ്ഞു. അതെ, എൻ്റെ കുട്ടി ഇപ്പോ എല്ലാം കൊണ്ടും സന്തോഷത്തിലാ. അത് കാണാനും ഉണ്ട്. എന്നും എൻ്റെ കുട്ടികളിങ്ങനെ സന്തോഷത്തോടെ തന്നെ ജീവിക്കട്ടെ, വസുന്ധര നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. സിറ്റ് ഔട്ടിൽ നിന്നും ഹാളിലേക്ക് കയറിയതും മുന്നിലെ കാഴ്ച കണ്ട് ജ്വാലയുടെ കണ്ണുകൾ വികസിച്ചു. വലിയൊരു ഹാളാണ്. സാധാ ഹാളിൽ നിന്നും വ്യത്യാസമായി പഴമ വിളിച്ചോതുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം പോലും. എങ്കിലും പുതിയതായി എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 15 തൂണുകളുണ്ട്. അവ പന കൊണ്ടോ മറ്റോ നിർമ്മിച്ചതാണ്. ഇഷ്ടിക കൊണ്ടാണ് ഭിത്തികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അകത്തളവും അതിനോട് ചേർന്ന് വരാന്തയിൽ ഒരു ആട്ടുകട്ടിലും കാണാം. അന്ന് വന്നപ്പോ ഈ ആട്ടുകട്ടിൽ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ജ്വാലയ്ക്ക് എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വന്നില്ല. എന്തായാലും അവൾക്ക് അവിടെയൊക്കെ ഒരുപാട് ഇഷ്ടമായി. വാവ്, എന്തു ഭംഗി എവിടെയൊക്കെ കാണാൻ, പൊന്നു തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നുണ്ട്. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് അപ്പവും ചിരിക്കുന്നുണ്ട്. ജ്വാലയാണെങ്കിൽ ഏതോ സ്വപ്നലോകത്തിൽ പോയി പെട്ടതുപോലെ അതിലൂടെയെല്ലാം നടക്കുകയാണ്.
ഓരോ തൂണും കഴിയുമ്പോൾ ഓരോ റൂമുകളാണ്. പെണ്ണതെല്ലാം കൗതുകത്തോടെ നോക്കുന്നുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയ പഴയ മോഡലുള്ള ടേബിളും ചെയറും, അങ്ങനെ ഓരോ കാര്യങ്ങളും ആ വീടിന്റെ ഭംഗി കൂട്ടുന്നത് തന്നെയായിരുന്നു. അവളെല്ലാം നോക്കുന്ന തിരക്കിലാണ്. മതി കുഞ്ഞാ, ഇനിയെല്ലാം പിന്നെ നോക്കാം. അന്ന് വന്നപ്പോ ഇതുപോലൊന്നും ആകാംക്ഷ ഇല്ലായിരുന്നല്ലോ നിനക്ക് ഇതൊന്നും കാണാൻ. അഗ്നി ജ്വാലയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അന്ന് എന്നെ സ്നേഹിക്കുന്നവരെ തിരികെ സ്നേഹിക്കാൻ ജ്വാല പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ദേവേട്ട. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. എന്നെ സ്നേഹിക്കുന്നവരെ തിരികെ എനിക്കും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അവരിഷ്ടപ്പെടുന്നതിനെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാനും. ജ്വാല അഗ്നിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അന്ന് വന്നപ്പോ നീ നമ്മുടെ റൂം കണ്ടിരുന്നില്ലല്ലോ. മുകളിലാ, അത് കാണണ്ടേ? ഉം, വേണം, ജ്വാല പറഞ്ഞു. എന്നാ വാ. അഗ്നി അവളെ ചേർത്ത് പിടിച്ച് മുകളിലേക്കുള്ള പടിയുടെ അടുത്ത് വന്നു നിന്നു. മരം കൊണ്ട് പണ്ടുണ്ടാക്കിയ പടികളിൽ എന്തൊക്കെയോ പുതുക്കി ചെയ്തിട്ടുണ്ട്. ജ്വാല അവിടെ നിന്ന് മുകളിലേക്ക് തല ഉയർത്തി നോക്കി. വാ, ശ്രദ്ധിച്ചു കയറ്. പഴയ സ്റ്റെപ്പൊക്കെയാ, ചിലപ്പോ നടുവും തല്ലി താഴെ തന്നെ വീഴും. അഗ്നി കുറുമ്പോടെ പറഞ്ഞു. ഒന്ന് പോ ദേവേട്ടാ, ഇത് പഴയ തറവാടൊക്കെ തന്നെയാ. എനിക്കെന്റെ തറവാട്ടിനേക്കാൾ ഇഷ്ടാവുകയും ചെയ്തു. പക്ഷെ എല്ലാം പഴയതൊന്നുമല്ല. എന്തൊക്കെയോ പുതിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് പലയിടത്തും. അവള് സംശയമില്ലാതെ പറഞ്ഞു. ഇണ്ടടാ, അതൊക്കെ മനുവിന്റെ പണിയാ. അവരിവിടെയല്ലേ താമസം. അഗ്നി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഓ, വെറുതെ അല്ല, ജ്വാലയും പറഞ്ഞു. അതെ, ഞങ്ങൾ മുകളിലേക്ക് പോവാ. എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എല്ലാരും പോയി കുറച്ചു നേരം കിടക്കാൻ നോക്ക്. അഗ്നി തിരിഞ്ഞു നോക്കി പൊന്നൂനോടും അപ്പൂനോടും വ്യാസനോടായിട്ട് പറഞ്ഞിട്ട് പതിയെ ജ്വാലയെ പിടിച്ച് സ്റ്റെപ്പിൽ കയറ്റി നിർത്തി. അവൾ അവനെ ഒന്ന് നോക്കി. ശ്രദ്ധിച്ച് നടക്കട്ടോ, വീഴണ്ട, അഗ്നി പറഞ്ഞു. ആ ദേവേട്ടാ. അവൾ അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് ശ്രദ്ധയോടെ ഓരോ പടികളായി കയറാൻ തുടങ്ങി. അവൾക്കൊപ്പം തന്നെ അഗ്നിയും. കുറച്ചു പടികൾ കയറിയതും അഗ്നി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, ആരെയും കാണാനില്ല. അവന്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന വശ്യമായൊരു ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം അവൻ തൊട്ടുമുന്നിലെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ജ്വാലയുടെ കൈ പിടിച്ചു. അവൾ എന്തായെന്ന പോലെ അവനെ നോക്കുമ്പോഴേക്കും അഗ്നി ജ്വാലയെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. ജ്വാല പകച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കുന്ന കണ്ണുകളിൽ അപ്പോഴും മറ്റെന്തോ ഭാവമാണ്. എന്താ ദേവേട്ടാ? അവള് വിക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത്? അഗ്നി തിരികെ ചോദിച്ചു. പിന്നെന്താ, എന്നെ വിട്. വിടില്ല. അവൻ അവളുടെ ഇടുപ്പിലുള്ള പിടിമുറുക്കി. ജ്വാല ഏങ്ങിക്കൊണ്ട് വെപ്രാളത്തോടെ താഴേക്ക് നോക്കി. ഒരുപാട് സ്റ്റെപ്പ് കയറി വന്നതുകൊണ്ട് തന്നെ താഴോട്ടങ്ങനെ കാണുന്നില്ല. അവിടെ നിന്ന് ആരെങ്കിലും നോക്കിയാലും അവരവിടെ നിൽക്കുന്നത് കാണാനുള്ള സാധ്യത കുറവാണ്. ഇരുട്ടാണ് അവിടമെല്ലാം. ജ്വാല അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. ദേ, ഇവിടെ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താ അങ്ങനെയൊക്കെ? ഒരുമാതിരി നോട്ടവും ചിരിയും. പെണ്ണിന്റെ സംസാരത്തിലും പെട്ടെന്ന് കുറുമ്പ് വന്നു. അഗ്നി അവളെ പിടിച്ച് ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തമർത്തി. അവളുടെ ശരീരം പൂർണ്ണമായും ഇപ്പോൾ അവന്റെ ശരീരത്തിൽ ചേർന്ന് നിൽക്കുകയാണ്. അവള് പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇഷ്ടം കൊണ്ടല്ലേടി ഞാൻ നോക്കുന്നേ? അവൻ പുരികമുയർത്തി. അവള് ചിരിയോടെ കാലിൽ കുത്തിയുയർന്ന് അവന്റെ കവിളിൽ ചുംബിച്ചു. അഗ്നി അവളെ തന്നെ നോക്കി. ഇപ്പൊ ഇത്ര ഇഷ്ടം മതി കേട്ടോ. ഇത് നമ്മുടെ വീടല്ല. ഈ കൊഞ്ചുന്നത് ഇവിടെയുള്ളവർ ആരെങ്കിലും കണ്ടാ നാണക്കേടാ. അതുകൊണ്ട് വിട്ടേ. ജ്വാല അവനീന്നൊന്ന് കുതറി. ആ, വിട്ട് തന്നെ. ചുണ്ടുകൊട്ടി പറയുന്നതിനൊപ്പം അവൻ അവളെ തന്നീന്ന് ഒന്ന് അകറ്റി നിർത്തി. ജ്വാല അവൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കുമ്പോഴേക്കും അഗ്നി ഒരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ ഒന്ന് ഉയർത്തിയിരുന്നു. പേടിയോടെ ജ്വാല ശബ്ദമുണ്ടാക്കി. മിണ്ടാതെ നിൽക്കുവെണ്ണെ, ആരെങ്കിലും കേൾക്കും. അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുമായി അങ്ങനെ തന്നെ മുകളിലേക്ക് നടന്നു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൾ അവന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. സ്റ്റെപ്പെല്ലാം കഴിഞ്ഞ് മുകളിലെത്തിയതും അഗ്നി പതിയെ ജ്വാലയെ താഴെ നിർത്തി. ജ്വാല കണ്ണു വിടർത്തി മുന്നോട്ട് നോക്കി. അത്രയും വലിയ ഹാളായിരുന്നു അത്. ഒരുപാട് റൂമുകളുണ്ടെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അഗ്നി അവളുടെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടു. എന്തൊരു വലിയ തറവാടാ ദേവട്ടെ ഇത്. എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇവിടെ, ജ്വാല പറഞ്ഞു. ഇത് മാത്രല്ല, ഇനിയുണ്ട് കാണാൻ കുറേ കാഴ്ചകൾ ഇവിടെ. അവനവളുടെ മുഖം അവന് നേരെ തിരിച്ചു. അവള് സംശയത്തോടെ അവനെ നോക്കി. ഇവിടെ നിന്റെ തറവാട്ടിലുള്ള പോലെ കുളമൊക്കെ ഉണ്ട്. ആണോ? എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. ജ്വാലയ്ക്ക് ആവേശമായി. ആ, അങ്ങനെ പോവാനൊന്നും പറ്റില്ല. ഇത് മംഗലത്തുള്ളതിനേക്കാൾ വലിയ കുളാവും ഞാൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക കടവ് പോലെയൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അധികാരം അങ്ങോട്ട് പോവാറില്ല. വഴുക്കൽ കാണും, അച്ചമ്മ പറഞ്ഞതാ. അഗ്നി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം അവളുമായിട്ട് അവരുടെ റൂമിലേക്ക് നടന്നു. ഷോ, കഷ്ടായില്ലോ. അപ്പൊ എങ്ങനെ അവിടെയൊക്കെ കാണാ? അവള് ചുണ്ടു പിളർത്തി. അത് പൂട്ടിയിട്ടിട്ടുണ്ടാവും. മഴക്കാലം വന്നാ പിന്നെ അങ്ങനെ തുറക്കാറില്ല. ഇടയ്ക്ക് പണിക്കാരെ കൊണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കും. ആമ്പലൊക്കെ വിരിയാറുള്ള കൊളാ. അഗ്നി ഓരോന്ന് പറയുമ്പോഴും ജ്വാലയ്ക്ക് അവിടെയെല്ലാം കാണാനുള്ള ആവേശം കൂടുകയായിരുന്നു. നിനക്കവിടെ കാണുന്നുണ്ടോ? അഗ്നി ചോദിച്ചു. അതിന് പറ്റില്ലല്ലോ. അവള് വിഷമത്തോടെ അവനെ നോക്കി.
അതൊക്കെ പറ്റും. നിനക്ക് അത്രേ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദിവസം അച്ഛമ്മയോട് പറഞ്ഞിട്ട് താക്കോല് വാങ്ങിക്കാം ഞാൻ. അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. അവളുടെ മുഖം വിടർന്നു. ആണോ? എന്നാ പോവാ ദേവേട്ടാ. ഇത്രയൊക്കെ കേട്ടപ്പോ വല്ലാത്ത കൊതി അതൊക്കെ കാണാൻ. ആമ്പലൊക്കെ വിരിഞ്ഞു കാണോ ഇപ്പോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അറിയില്ലടാ, ചിലപ്പോ ഉണ്ടാവും. ഉം. ജ്വാല മൂളി. അഗ്നി അവളുമായിട്ട് അവരുടെ റൂമിലേക്ക് കയറി. വലിയൊരു റൂമായിരുന്നു അത്. പഴയ മോഡൽ തടിയലമാരയാണ് അകത്ത്. കട്ടിലും ബെഡും മാത്രം പുതിയതാണ്. ഒരു ചെറിയ ടേബിളും ഉണ്ട് റൂമിൽ. ചുമരിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. ജ്വാല എല്ലാം ഒന്ന് നോക്കി. അഗ്നി അവളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ഷോൾഡറിൽ താടി കുത്തി നിന്നു. ജ്വാല അവനെ മുഖം ചിരിച്ചു നോക്കി. ഉറക്കം വരുന്നു കുഞ്ഞാ, അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. എന്താപ്പ ഈ സമയത്തൊരു ഉറക്കം? ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, അതാവും ചിലപ്പോ. നമുക്ക് കുറച്ചു നേരം ഉറങ്ങിയാലോ? അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എനിക്ക് ഉറക്കൊന്നും വരണില്ല ദേവേട്ടാ, എനിക്ക് ഇവിടേക്കൊന്ന് കണ്ടാ മതി. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ നമുക്ക് കാണാലോ, ഇപ്പൊ കുറച്ചു നേരം കിടക്കാ, എനിക്ക് ക്ഷീണമുള്ളതുകൊണ്ടല്ലേ. പറയുന്നതിനോടൊപ്പം അഗ്നിയുടെ വിരലുകൾ ജ്വാലയുടെ കഴുത്തിലൂടെ നീങ്ങി. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ കയ്യിൽ പിടുത്തം വിട്ടു. അഗ്നി എന്തായെന്ന പോലെ അവളെ നോക്കി. ക്ഷീണുണ്ടെങ്കിൽ പോയി കിടന്നോ, ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ബാത്റൂം ഉണ്ട് ഇവിടെ. ജ്വാല ചുറ്റും നോക്കി. ആ, അതൊക്കെ ഓരോ റൂമിലുണ്ട്, ഇപ്പൊ ഒന്നും മാറ്റണ്ട, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ചെക്കൻ ഇതുവരെ ഇല്ലാത്ത ഓരോ വാശിയാണ്. ജ്വാലയാണെങ്കിൽ അതെല്ലാം ഉള്ളിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവനെ ഗൗരവത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ദേവേട്ടൻ പോയി കിടന്നോ, ഞാനെന്തായാലും ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അവൾ അവന്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ കവിള് വീർത്തു. ഓ, എന്താന്ന് വെച്ചാ ചെയ്യ്, ഞാൻ തനിച്ചു കിടന്നോളാം. മുഖം വീർപ്പിച്ച് അതും പറഞ്ഞുകൊണ്ട് അഗ്നി ഷർട്ടടിച്ച് നേരെ ബെഡിലേക്ക് പോയി കിടന്നു. ചെക്കന്റെ കവിള് പക്ഷെ അപ്പോഴും വീർത്തിരിപ്പാണ്. ജ്വാല അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത്. ഇവിടേക്ക് വന്നപ്പോ തൊട്ട് അഗ്നിക്ക് കുറച്ച് വാശി കൂടിയതുപോലെ അവൾക്ക് തോന്നി. കൂടുതൽ ഒട്ടിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണാവോ മനസ്സില്? ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ടോപ്പ് സ്കേർട്ടും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അപ്പോഴും ബെഡിലൊരുവൻ മുഖം വീർപ്പിച്ച് കിടക്കുന്നുണ്ട്. ജ്വാല ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും അഗ്നി ഉറക്കം പിടിച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? അവൾ പോയി ഡോറടച്ച് അവന്റെ അടുത്തേക്ക് വന്നു. മലർന്നു കിടന്നുറങ്ങുന്ന അഗ്നിയുടെ തലമുടിയിൽ അവളൊന്ന് തഴുകി. അഗ്നി പെട്ടെന്ന് കണ്ണുകൾ വെട്ടിത്തുറന്നു. ഉറങ്ങിയില്ലായിരുന്നോ? അവള് ചോദിച്ചു. ഉറങ്ങിയതാ, പെട്ടെന്ന് നീ തൊട്ടപ്പോ ഉണർന്നതാ. നീ താഴേക്ക് വെക്കോ, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ. മുഖം വീർപ്പിച്ച് അവളോട് പറഞ്ഞുകൊണ്ട് അഗ്നി വീണ്ടും കണ്ണുകൾ അടച്ചു. ജ്വാല ചിരിയോടെ അവന്റെ അടുത്തേക്ക് കിടന്ന് അവന്റെ വയറിലൂടെ കൈ ചുറ്റി. അഗ്നി കണ്ണു തുറന്ന് അവളെ സംശയത്തോടെ നോക്കി. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അവള് പറഞ്ഞിട്ടും അഗ്നി ഒന്നും മിണ്ടിയില്ല. പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന്. അവള് വീണ്ടും പറഞ്ഞു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങ വേണ്ടേ? അവൻ കണ്ണുരുട്ടി. ദേ, ഓവറാവില്ലേ, ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ വേറൊരു സ്വഭാവം. എന്തൊരു ഗൗരവ ഇത്, ഒരു കള്ളപ്പിണക്കോ? ജ്വാല ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അഗ്നി ചിരിയോട് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ വന്ന് എല്ലാരെയും കണ്ടപ്പോ നീ ഒരുപാട് ഹാപ്പിയെന്ന് എനിക്ക് അറിയാ കുഞ്ഞാ, പക്ഷെ എന്താ എന്നെ നോക്കാത്തെ? അവൻ ചോദിച്ചു. ജ്വാല അവനെ വാപൊളിച്ചു നോക്കി. ഞാൻ നോക്കുന്നുണ്ടല്ലോ, ഞാൻ കുഞ്ഞിനെ കളിപ്പിക്കായിരുന്നില്ലേ ദേവേട്ടാ. പിന്നെ ദേവേട്ടനെ നോക്കുമ്പോ ഒക്കെ ദേവേട്ടൻ വല്ലാത്തൊരു നോട്ടോ, അത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും, അതാ ഞാൻ. അവൾ അവന്റെ കഴുത്തിൽ മുഖമിട്ട് ഉരസിക്കൊണ്ട് പറഞ്ഞു. വേണ്ട പെണ്ണെ. അഗ്നി അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചു. ജ്വാല പെട്ടെന്ന് അവന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു. അഗ്നി പ്രണയത്തോടെ അവളെ നോക്കി. ഉറങ്ങിക്കോ ദേവേട്ടാ, അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അഗ്നി മുഖം കൊണ്ട് ജ്വാലയുടെ ടോപ്പിനെ താഴേക്ക് താഴ്ത്തുന്നതും അവളുടെ നഗ്നമാകുന്ന മാറിടത്തിൽ ചുംബിക്കുന്നതും ജ്വാല അറിഞ്ഞു. വിറയലോടെ അവൾ അവന്റെ തലമുടിയിൽ കൈയമർത്തി. ദേവേട്ടാ, അവൾ വിളിച്ചു. അവൻ മറുപടിയായി മൂളുന്നതോടൊപ്പം അവിടെ പല്ലുകൾ അമർന്നു. വേണ്ട ദേവേട്ടാ. അവൾ അവന്റെ മുഖം പിടിച്ചുയർത്താൻ നോക്കി. പക്ഷെ ചെക്കൻ ബലം പിടിച്ച് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ജ്വാലയ്ക്കാണെങ്കിൽ അവന്റെ താടിയും മീശയും എല്ലാം അവിടെ കൊണ്ടുകയറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ മീശ കൊണ്ട് അവിടെ ഒന്നുരസി. ജ്വാല ഏങ്ങിക്കൊണ്ട് അഗ്നിയുടെ നഗ്നമായ നെഞ്ചിൽ കൈച്ചുരുട്ടി പിടിച്ചു. അവളുടെ പിടച്ചിൽ കാണുവാനായി അഗ്നി വീണ്ടും അങ്ങനെ തന്നെ ചെയ്തു. അവന്റെ മീശ മാറിടത്തിൽ കൊണ്ടുകയറിയതും പിടഞ്ഞുകൊണ്ട് ജ്വാല കാൽമുട്ട് മടക്കിപ്പോയി. പെട്ടെന്ന് അഗ്നിയുടെ അലർച്ച അവിടെ ഉയർന്നു. ജ്വാല ഞെട്ടിപ്പോയി. അഗ്നി പെട്ടെന്ന് അവളെ നകന്നു മാറി ബെഡിൽ ചാടിയിരുന്നു കൊണ്ട് അടിവയറ് പൊത്തിപ്പിടിച്ചു. പെട്ടെന്നുള്ള പിടച്ചിൽ കൊണ്ട് ജ്വാല മുട്ടുമടക്കിയതും ആ കാല് അഗ്നിയുടെ അടിവയറ്റിലാണ് കൊണ്ടത്. എവിടെ? അവിടെ തന്നെ. ആ അലർച്ചയാണ് ഇപ്പൊ കേട്ടത്. ജ്വാല പെട്ടെന്ന് അഗ്നിക്കൊപ്പം ബെഡിൽ ചാടിയിരുന്നു. എന്താ ദേവേട്ടാ? വയറും പൊത്തിയിരിക്കുന്ന അവനെ നോക്കി ജ്വാല ആകുലതയോടെ ചോദിച്ചു. അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. പക്ഷെ അവന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്.
എന്താ ദേവേട്ടാ, എന്താ പറ്റിയേ? വയറ് വേദനിക്കുന്നുണ്ടോ? ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. ജ്വാല പേടിയോടെ പറഞ്ഞു. അവളുടെ കണ്ണപ്പോഴേക്കും നിറഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവൻ എന്താണ് പറ്റിയതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ജ്വാല പെട്ടിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അഗ്നി പെട്ടെന്നൊരു കൈകൊണ്ട് അവളുടെ കൈയിൽ പിടിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. എവിടേക്കാ? അവൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. താഴേക്ക്. ഞാനെല്ലാരോടും പോയി പറയാ. പെട്ടെന്ന് എന്താ വയറ് വേദനിച്ചോ? ചുണ്ട് വിതുമ്പിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒപ്പം അവൾ അഗ്നിയുടെ വയറിൽ കൈവച്ച് തടവി കൊടുത്തു. അവന്റെ വേദന അപ്പോഴേക്കും കുറഞ്ഞിരുന്നു. പക്ഷെ തന്റെ വയറ് തടവുന്ന ജ്വാലയെ കണ്ട് അവന് പാവം തോന്നി. ഒന്നുമില്ല കുഞ്ഞാ, എനിക്ക് വയറൊന്നും വേദനിക്കുന്നില്ല, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെന്തിനാ നിലവിളിച്ച്? അവൾ വിഷമത്തോടെ ചോദിച്ചു. പക്ഷെ അപ്പോഴും വയറിൽ തടവുന്നുണ്ട്. അഗ്നി അവന്റെ വലത് കൈ ഉയർത്തി ജ്വാലയുടെ ഇടുപ്പിലൂടെ കൈയിട്ടവളെ തനിക്കരികിലേക്ക് ചേർത്തിരുത്തി. അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്റെ പെണ്ണെ, എനിക്കൊന്നുമില്ല, വയറൊന്നും ഒരു വേദനയില്ല. പിന്നെ നിലവിളിച്ചതോ? അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു. അതെന്തിനാന്ന് നിനക്കറിയില്ലേ? അഗ്നി പുരികമുയർത്തി. നിക്കോ? അവൾക്ക് മനസ്സിലായില്ല. ആ, നിനക്ക് തന്നെ. ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ ഉള്ളൂ. പക്ഷെ നീ ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ എന്നെ. ഇതുകൊണ്ടൊക്കെ ആവശ്യമുള്ളത് എന്റെ പെണ്ണെ, നീ അപ്പോഴേക്കെല്ലാം തകർക്കുവോ? അഗ്നി കുറുമ്പോടെ ചോദിച്ചു. ജ്വാലയ്ക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. എന്താടി പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ? തന്നെ തന്നെ ഉറ്റു നോക്കുന്നവളോട് ആർദ്രമായി ചോദിച്ചവൻ. ഞാൻ എന്താ ചെയ്തത് ദേവേട്ടാ? എനിക്കൊന്നും ഓർമ്മയില്ല. നീ എന്നെ ചവിട്ടിയില്ലേ ഞാനിവിടെ മുഖട്ടുരസിയപ്പോ? അഗ്നി അവളുടെ മാറിടത്തിലേക്ക് വിരല് ചൂണ്ടി. ജ്വാല അവനെ മിഴിച്ചു നോക്കി. ആണോ? ഞാൻ അറിഞ്ഞില്ല ദേവേട്ടാ. സോറി, പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്ക് ഇക്കിളിയായി. അതാ ഞാൻ. ഒത്തിരി നൊന്തോ? അവൾ ഇടർച്ചയോടെ ചോദിച്ചുകൊണ്ട് അവന്റെ വയറിൽ വീണ്ടും ഉഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവളുടെ കൈകൾ വയറിൽ തലോടുന്നത് പോലും തന്നിലെ പുരുഷനെ ഉണർത്തുന്നത് അഗ്നി അറിയുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ മുതൽ ജ്വാലയെ വല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ. ഒരുപാട് നാളായി അങ്ങനെ ഒരു ദിവസം ഈ തറവാട്ടിൽ നടക്കണമെന്ന് സ്വപ്നം കാണുന്നതുകൊണ്ടായിരിക്കും. അവളോട് വല്ലാത്ത മോഹം തോന്നുന്നു. എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു. വേദനിപ്പിക്കാൻ തോന്നുന്നു. ആ ചിന്ത പോലും അഗ്നിയെ തളർത്തി. അവന്റെ കൈകൾ ജ്വാലയുടെ ടോപ്പിന് അല്പം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈവച്ചു. ജ്വാല അവനെ പിടപ്പോടെ നോക്കി. അവന്റെ കണ്ണുകളിൽ പ്രണയമല്ല. ജ്വാലയ്ക്ക് അങ്ങനെ തോന്നി. ദേവേട്ടാ, അവള് പതിയെ വിളിച്ചു. എനിക്ക് വയറല്ല വേദനിക്കുന്ന കുഞ്ഞാ, നീ ചവിട്ടിയത് എൻ്റെ വയറ്റിലല്ല. അത്രയും ആർദ്രമായി അവൻ പറഞ്ഞു. പിന്നെ? അവൾ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. എവിടെയില്ല, അതിപ്പോ പറഞ്ഞ ശരിയാവില്ല. അഗ്നി പുഞ്ചിരിച്ചു. പറയൂ ദേവേട്ടാ, അവൾക്ക് അറിഞ്ഞേ മതിയാവൂ. അഗ്നി പെട്ടെന്ന് വയറിലിരിക്കുന്ന അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ കൈ പതിയെ താഴേക്ക് കൊണ്ടുവന്നു. ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നി അവന്റെ ബെൽറ്റ് വരെ കൊണ്ടുവന്ന് അവളുടെ കൈ അവിടെ വെച്ചു. ദേവേട്ടാ, അവൾ പകപ്പോടെ വിളിച്ചു. ഇവിടെയല്ല കുഞ്ഞ, ഇതിനും താഴെയാ നീ ചവിട്ടിയെ. എനിക്ക് നന്നായി വേദനിച്ചു കേട്ടോ, അവൻ വശ്യമായ സ്വരത്തിൽ പറഞ്ഞു. ജ്വാലയാണെങ്കിൽ അവന്റെ സംസാരം കേട്ട് ആകെ മിഴിച്ചിരിക്കുകയാണ്. അവളിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം അവൾ അഗ്നിയുടെ കയ്യിൽ നിന്ന് അവളുടെ കൈ വലിച്ചെടുത്തുകൊണ്ട് ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നു. അഗ്നിക്ക് കാണാൻ പറ്റാത്ത വിധം മുഖം ബെഡിലേക്ക് പൂഴ്ത്തി വെച്ചു. അപ്പോഴും അവളുടെ ഉടലാകെ വിറയ്ക്കുന്നുണ്ട്. താൻ എവിടെയാണ് ചവിട്ടിയതെന്ന കാര്യത്തിൽ ജ്വാലയ്ക്കിപ്പോൾ സംശയമൊന്നുമില്ലായിരുന്നു. എൻ്റെ കണ്ണാ, അവൾ ബെഡ്ഷീറ്റിൽ കൈ ചുരുട്ടി പിടിച്ചു. അറിയാതെ പറ്റിയതാ. പക്ഷെ ദേവേട്ടന്റെ മുഖത്ത് മറ്റെന്തോ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭാവം. ജ്വാലയിൽ കിതപ്പുയർന്നു. അഗ്നി അവളെ ചിരിയോടെ നോക്കി ഇരുന്നു പോയി. അവളുടെ ഉടലിന്റെ വിറയൽ അവൻ കാണുന്നുണ്ടായിരുന്നു. അഗ്നി പതിയെ അവളിലേക്ക് താഴ്ന്നു വന്ന് അവളുടെ പുറത്തേക്ക് തലയമർത്തി വെച്ചു. ജ്വാല വിറച്ചു. കുഞ്ഞാ, എന്തു പറ്റി? അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട ദേവേട്ടാ. എന്ത് വേണ്ടെന്നാ കുഞ്ഞാ? അവൻ പതിയെ ചോദിച്ചു. ഒന്നും. അവള് വിക്കി. അങ്ങനെ പറയില്ലേ, എനിക്ക് വേണം കുഞ്ഞാ. അവൻ അവളുടെ കഴുത്തിൽ പിന്നെയും ചുംബിച്ചു. ജ്വാല ഏങ്ങിക്കൊണ്ട് ഒന്ന് കുതറി. അഗ്നി അവളിൽ നിന്ന് മുഖമുയർത്തി. പെട്ടെന്ന് ജ്വാല ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് അഗ്നിയെ കെട്ടിപ്പിടിച്ചു. അഗ്നി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം അവന്റെ ദേഹം പൂർണ്ണമായും അവളിലേക്ക് അമർന്നു. ജ്വാല വിറച്ചുപോയി. അവന്റെ ശരീരം തന്നിൽ എന്തൊക്കെയോ തോന്നിപ്പിക്കുന്നത് അവൾ അറിഞ്ഞു. എന്തിനാ ചവിട്ടിയെ? ഒരുപാട് പ്ലാനും കൊണ്ടാ പെണ്ണെ ഞാനിങ്ങോട്ട് വന്നേ. അപ്പൊ നീ ഇങ്ങനെ ചവിട്ടിക്കലക്കിയാ പിന്നെ ഞാനെന്ത് ചെയ്യും? അവൻ അവളുടെ മുഖത്തെ ചുവപ്പ് കണ്ടുകൊണ്ട് തന്നെ വല്ലാത്ത ഭാവത്ത് ചോദിച്ചു. ജ്വാല അവനെ നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു കളഞ്ഞു. ഞാൻ അറിയാതെ ഇനി ചെയ്യില്ല. അവൾ വിക്കി. ചെയ്യാതിരുന്നാ നിനക്ക് കൂടിയാ നല്ലത്. അവൻ വഷളച്ചിരി ചിരിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ നോക്കാതെന്റെ പെണ്ണെ, നിനക്കൊന്നും അറിയാത്തോണ്ടാ. അല്ലെങ്കിൽ ഇപ്പോ എന്നെ വേദനിപ്പിച്ച് നിന്നെ കൊണ്ട് തന്നെ എന്റെ വേദന ഞാൻ മാറ്റിപ്പിച്ചേനെ. അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു. എങ്ങനെ? അവൾ ചോദിച്ചു. അറിയണോ? അവൻ ചോദിച്ചതും അവളൊന്നും മൂളി. പറഞ്ഞു തരുന്നില്ല, എല്ലാം അനുഭവിച്ചു തന്നെ അറിയാം. ഇനി അപ്പെല്ലാം മനസ്സിലാവും.
ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നീ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായിരിക്കും. അപ്പൊ ഈ സംശയവും മാറും. അഗ്നി പ്രണയത്തോടെ പറഞ്ഞു. ജ്വാല തലയാട്ടി. ഇപ്പൊ തൽക്കാലം ഒരു ഉമ്മതാ, ബാക്കിയൊക്കെ പിന്നെ. അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. എന്നാ താ. അവൻ അവളുടെ ചുണ്ടിലേക്ക് അടുത്തു വന്നു. അതെ, സോറി ട്ടോ, ഞാൻ പെട്ടെന്ന് അറിയാതെ ചവിട്ടിയതാ. ജ്വാല നാണത്തോടെ പറഞ്ഞു. ആ, അറിയാതെ ചവിട്ടാൻ പറ്റിയടാണല്ലോ. എൻ്റെ പൊന്നു കുഞ്ഞ്, ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക്. ഇല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ നിന്നെ നോക്കി വെള്ളമിറക്കിയിരുന്നത് വെറുതെ ആവും. പാതി തമാശയോടെയും ബാക്കി വഷളച്ചിരിയോടെയും അവൻ പറഞ്ഞു. അയ്യേ, ഈ ദേവേട്ടത് എന്തൊക്കെയാ പറയണേ? ജ്വാലയ്ക്ക് ചമ്മല് തോന്നി. നിനക്ക് ശരി, ഞാനൊന്നും പറയുന്നില്ല. അഗ്നി ചുണ്ടു കൂർപ്പിച്ചു. ജ്വാല പ്രണയത്തോടെ പെട്ടെന്ന് ഉയർന്നു വന്ന് ആ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തു. അഗ്നി ഒന്ന് മൂളി. ജ്വാല പതിയെ അവന്റെ ചുണ്ടുകളെ നുകരാൻ തുടങ്ങി. അഗ്നിയെ അവളെ തിരികെ ചുംബിച്ചു, ശ്വാസം മുട്ടിക്കും പോലെ. ഒപ്പം അവന്റെ കൈകൾ അവളുടെ ഉടലിലൂടെ നീങ്ങി, എവിടെയൊക്കെയോ മുറുകി. ജ്വാലയുടെ പിടച്ചിലുകൾ അറിയുന്നുണ്ടെങ്കിലും അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നു. പതിയെ കിതച്ചുകൊണ്ട് ജ്വാല അഗ്നിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചതും അവൻ വേഗം അവളിൽ നിന്ന് അകന്നു മാറി ബെഡിലേക്ക് കിടന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ജ്വാല പിടഞ്ഞു. എൻ്റെ പൊന്നുമോളെ, ഇനി ചവിട്ടല്ലേ. അവൻ മുഖമുയർത്തി ദയനീയമായി പറഞ്ഞു. ജ്വാല ചിരിച്ചുപോയി. പതിയെ ചിരി പൊട്ടിച്ചിരിയായി മാറിയപ്പോഴും അഗ്നി അവളുടെ ശരീരത്തിൽ കുറുമ്പ് കാണിക്കുകയായിരുന്നു. തുടരും.